എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 9ാം ക്ലാസ് കെമിസ്ട്രി പരീക്ഷയുടെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് കടക്കാം. കാർബൺ 14. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജെയിംസ് ചാഡ്വിക്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 2. 4 ഹൈഡ്രജൻ. 5 അറ്റോമിക് നമ്പർ. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ക്വസ്റ്റ്യൻ്റെത് ലോഹ സ്വഭാവവും അലോഹ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ്. ബി ക്വസ്റ്റ്യൻ സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ പാർട്ട് 286. ബി പാർട്ട് ഗ്രൂപ്പ് നമ്പർ 16 പീരിയഡ് നമ്പർ 3. ഒരേ പീരിയഡിൽ ഉള്ള സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. അടുത്തതായി 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി എ അറ്റോമിക നമ്പർ 20 മാസ് നമ്പർ 40. ആർഗൺ അറ്റോമിക നമ്പർ 18 മാസ് നമ്പർ 40. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമാണ്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആൻഡ് സി. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. ബി ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്ത് കൂടി കടന്നു പോകുന്നത്. സി ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ചെറിയ വ്യാപ്തത്തിലാണ്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ സോഡിയം. ബി Na+Cl ഗിവ്സ് NaCl. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ഡ്യൂട്ടീരിയം. ബി പ്രോട്ടിയം ആൻഡ് ട്രിഷ്യം. സി ട്രിഷ്യം. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ഇ എഫ്. 15 2 8 7. ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറ്റോമിക നമ്പർ = 17 മാസ് നമ്പർ 35. സി = 17. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഷെല്ലുകളുടെ എണ്ണം. 16ാമത്തെ ചോദ്യത്തിൻ്റെ ബി ആൻസർ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. 17 എ ബി ആൻഡ് സി. 17 ബി എ. 17 സി. ഉത്തരം 17. 17 ഡി ഹാലോജനുകൾ. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ക്വസ്റ്റ്യൻ്റെത് പ്രോട്ടോൺ = 13 ന്യൂട്രോൺ = 14. ബി ക്വസ്റ്റ്യൻ 283. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ്. 19ാമത്തെ ചോദ്യം എ 3 ബി 4 സി 1 ഡി 2. അടുത്തതായി 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ സംക്രമണ മൂലകങ്ങൾ. ബി ഉത്കൃഷ്ടവാതകങ്ങൾ. സി ആൽക്കലി ലോഹങ്ങൾ. ഡി ആക്റ്റിനോയിഡുകൾ. അടുത്തതായി ഇംഗ്ലീഷ് മീഡിയം ഉത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാർബൺ 14. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജെയിംസ് ചാഡ്വിക്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 2. 4 ഹൈഡ്രജൻ. 5 അറ്റോമിക് നമ്പർ. 6 എലമെൻറ്റ്സ് എക്സിബിറ്റിംഗ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ബി ആൻസർ സിലിക്കൺ, ജർമേനിയം, ആർസനിക്, ആൻറ്റിമണി. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 286. ബി ഗ്രൂപ്പ് 16 പീരിയഡ് നമ്പർ 3. 8 ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇൻ ദി സെയിം പീരിയഡ് ഹാവ് ദി സെയിം നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ്. 9 എ കാൽഷ്യം അറ്റോമിക് നമ്പർ 20 മാസ് നമ്പർ 40. ആർഗൺ അറ്റോമിക് നമ്പർ 18 മാസ് നമ്പർ 40. ബി സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. 10 എ ആൻഡ് സി. 11 എ മോസ്റ്റ് പാർട്ട് ഓഫ് ദി ആറ്റം വാസ് എംറ്റി. ബി ദേ പാസ്ഡ് ബൈ ദി പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ ഇൻസൈഡ് ദി ആറ്റം. സി ദി എൻറ്റയർ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോളിയം അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ആറ്റം. 12 എ സോഡിയം. ബി Na+Cl gives Na+Cl-. 13 എ ഡ്യൂട്ടീരിയം. ബി പ്രോട്ടിയം ആൻഡ് ട്രിഷ്യം. സി ട്രിഷ്യം. 14 എ ഇ എഫ്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 287. ബി അറ്റോമിക് നമ്പർ 17 മാസ് നമ്പർ 35. സി ആൻസർ 17. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ന്യൂക്ലിയർ ചാർജ് ആൻഡ് നമ്പർ ഓഫ് ഷെൽസ്.
Moving down the group, the size of an atom increases, the size of an atom decreases on moving from left to right along a period. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ, ബി ആൻഡ് സി, ബി എ, സി 17 ആൻഡ് ഡി ഹാലോജൻ. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ പ്രോട്ടോൺ ഈക്വൽ ടു 13, ന്യൂട്രോൺ ഈക്വൽ ടു 14, ബി ആൻസർ 2, 8, 3. സി ആൻസർ ഇതുപോലെയാണ് വരയ്ക്കേണ്ടത്. അടുത്തതായി 19ാമത്തെ ചോദ്യം എ 3, ബി 4, സി 1, ഡി 2. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ട്രാൻസിഷൻ എലമെൻറ്റ്, ബി നോബിൾ ഗ്യാസ്, സി ആൽക്കലി മെറ്റൽസ് ആൻഡ് ഡി ആക്റ്റിനോയിഡ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.